ഗുഡ് ഈവനിങ്. മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ ചൊവ്വാഴ്ചകളിലെ നമ്മുടെ സ്റ്റോറി തെറാപ്പി, കഥയിലുമുണ്ട് ഒരു കാര്യം, ഇതിന്റെ 68ാമത്തെ സെഷനാണിന്ന്. ഇന്ന് ലോഫ്സൻ സാറാണ് നമ്മളോട് സംസാരിക്കുന്നത്. സാറ് കഥകൾ വളരെ മനോഹരമായി അവതരിപ്പിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ കഥയിലുള്ള യഥാർത്ഥ കണ്ടന്റും അതിന്റെ മൂല്യങ്ങളും ഒക്കെ ഒട്ടും നഷ്ടപ്പെടാതെ നമ്മളിലേക്ക് എത്താനുള്ള ഒരു പൂർണ്ണ സാഹചര്യം അതിലൂടെ ഡെവലപ്പ് ചെയ്യും. അപ്പൊ ഇത് നമുക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കാം. നിങ്ങൾ എല്ലാവരും പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം പ്രിയപ്പെട്ട ലോഫ്സൻ സാറിനെയും. ലോഫ്സൻ സാർ, യു ആർ വെൽക്കം. ഓക്കെ, താങ്ക് യു. വളരെ മുഷിഞ്ഞ വേഷത്തിൽ ഒരാൾ തൻ്റെ വീട്ടിലേക്ക് വരുന്നത് കണ്ടപ്പോൾ തീർച്ചയായിട്ടും അയാൾ എന്തെങ്കിലും യാചിച്ചുകൊണ്ട് വരികയായിരിക്കും എന്ന ചിന്ത ആ വീട്ടമ്മയ്ക്ക് തോന്നി. ഏതായാലും അയാളെ വെറുതെ വിടുന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അയാൾ വന്ന് ഡോർ ബെല്ല് അടിക്കുന്നതോടുകൂടെ ആ വീട്ടമ്മ വാതിൽ തുറന്നു. എന്നിട്ട് ചോദിച്ചു, എന്താണ് താങ്കൾക്ക് വേണ്ടത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് 1-2 ദിവസമായി. കഴിക്കാൻ എന്തെങ്കിലും കിട്ടിയാൽ നന്നായിരുന്നു. വീട്ടമ്മ പറഞ്ഞു, ഇരിക്കൂ, ഞാനിപ്പോൾ കൊണ്ടുവരാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ വേഗം അകത്ത് പോയി അയാൾക്ക് മാന്യമായ ഭക്ഷണം അവർ വിളമ്പിക്കൊടുത്തു. ഭക്ഷണം കൊടുത്ത് അവർ പോവുകയല്ല ചെയ്തത്, സമീപം നിന്നുകൊണ്ട് അയാൾ സെർവ് ചെയ്യുകയായിരുന്നു. ആവശ്യപ്രകാരം വിളമ്പിക്കൊടുത്തുകൊണ്ട് സംസാരിച്ചുകൊണ്ട് വളരെ മാന്യമായ രീതിയിൽ പെരുമാറുന്നത് കണ്ടപ്പോൾ അയാൾ വളരെ സന്തോഷത്തോടും വളരെ ജിജ്ഞാസയോടും ചോദിച്ചു, സാധാരണ ആരെങ്കിലും ഭക്ഷണം ചോദിച്ചാൽ ചിലപ്പോൾ അവർ കടന്നു പോകുമെന്ന് പറയും, ചിലർ അല്പം ഭക്ഷണം തന്നേച്ച് വാതിലടച്ച് പോവുകയും ചെയ്യും. നിങ്ങൾ പക്ഷെ അങ്ങനെയല്ല. ഭക്ഷണം തരുന്നത് തന്നെ വളരെ മാന്യമായിട്ട്, അതിനുശേഷം വളരെ നല്ല രീതിയിൽ സെർവ് ചെയ്യുന്നു, എന്നോട് സംസാരിച്ചു, എൻ്റെ കാര്യമൊക്കെ അന്വേഷിക്കുന്നു. ഞാൻ അതീവ സന്തുഷ്ടനാണ്. ഭക്ഷണത്തെക്കാൾ നിങ്ങൾ പെരുമാറ്റത്തെ ഞാൻ വളരെയധികം സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നു. ഐ ആം റിയലി സാറ്റിസ്ഫൈഡ്. ആ സ്ത്രീ അദ്ദേഹത്തോട് പറഞ്ഞു, ശരിയായിരിക്കാം, പക്ഷേ താങ്കൾ ഇങ്ങനെ ഭക്ഷണം അന്വേഷിച്ച് നടക്കേണ്ടുന്ന ഒരു വ്യക്തിയല്ല എന്ന് താങ്കളുടെ സംസാരത്തിന് എനിക്ക് മനസ്സിലാകുന്നു. ആകട്ടെ, താങ്കൾ എന്തുകൊണ്ടാണ് ഈ അവസ്ഥയിലായി പോയത് എന്ന് പറയാവോ? അദ്ദേഹം പറഞ്ഞു, ശരിയാണ്, ഞാനും വലിയ പ്രതീക്ഷയിലൂടെ ജീവിതം ആരംഭിച്ചതാണ്. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ച വഴിയിലൂടെ പോകാനായിട്ട് സാധിച്ചില്ല. ചില കൂട്ടുകെട്ടുകൾ നിമിത്തമായിട്ട് ഞാൻ എൻ്റെ നേരെയുള്ള ഗോളിൽ നിന്ന് അല്പം വ്യതിചലിച്ചു പോയി. അതുകൊണ്ട് എത്തേണ്ടിടത്തൊന്നും എത്താൻ കഴിഞ്ഞില്ല. കുറെ പഠിച്ചു, ജോലി തരാമാക്കാൻ സാധിക്കുമായിരുന്നേനെ, പക്ഷേ ഒന്നും ശരിയായില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ആയി. ആ സ്ത്രീ ചോദിച്ചു, താങ്കളുടെ പോക്കറ്റിൽ ഒരു കടലാസ് ചുരുട്ടി ഇട്ടിട്ടുണ്ടല്ലോ, അതെന്താണെന്ന് ഞാൻ കാണട്ടെ, തരാവോ? അയാൾ പറഞ്ഞു, അത് മറ്റൊന്നുമല്ല, ഞാൻ കഴിഞ്ഞ ദിവസം വെറുതെ ഇരിക്കുമ്പോൾ എൻ്റെ മനസ്സിലുള്ള ചില ചിന്തകൾ ഒന്ന് എഴുതി നോക്കിയതാ. ഞാൻ വായിക്കുന്നതിന് വിരോധമില്ലെങ്കിൽ ഞാനൊന്ന് വായിച്ചു നോക്കട്ടെ. അദ്ദേഹം കൈ കഴുകി തൻ്റെ പോക്കറ്റിൽ കിടന്ന ആ കടലാസ് കഷ്ണം അവർക്ക് കൊടുത്തു. ആ സ്ത്രീ അത് വായിച്ചു. മനോഹരമായ ഒരു കവിത. ആ സ്ത്രീ ചോദിച്ചു, താങ്കൾ കവിത എഴുതാനായിട്ട് കഴിയുമല്ലോ, അതുകൊണ്ട് തീർച്ചയായിട്ടും മറ്റൊരു കവിതയായി അടുത്ത ദിവസം വരണം. അയാൾ പറഞ്ഞു, അയ്യോ, എൻ്റെ കവിത ഇന്ന് വരെ ആരും വായിച്ച് നല്ല അഭിപ്രായം പറഞ്ഞിട്ടില്ല. താങ്കളാണ് ആദ്യമായിട്ട് അങ്ങനെ ഒരു അഭിപ്രായം പറയുന്നത്. ആ സ്ത്രീ പറഞ്ഞു, എൻ്റെ ഹസ്ബൻഡ് ഒരു എഡിറ്ററാണ്, അതുകൊണ്ട് താങ്കളുടെ കവിത ഒരെണ്ണം കൂടെ കിട്ടിയാൽ 2 കവിതയും കൂടെ ചേർത്ത് അദ്ദേഹത്തിന് കൊടുക്കാം. അതിൽ പ്രസിദ്ധീകരിക്കാൻ കൊള്ളാവുന്നതാണ് എന്ന് അദ്ദേഹത്തിനോട് തോന്നിയാൽ, എനിക്ക് തോന്നി, അദ്ദേഹം തോന്നുമ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ, കഴിയുമെങ്കിൽ
ഒരെണ്ണം പ്രസിദ്ധീകരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അതിലാണ് ഒരു കവിത കൂടെ വേണമെന്ന് ഞാൻ പറഞ്ഞത്. ശ്രമിച്ചുകൂടെ? അയാൾ പറഞ്ഞു, തീർച്ചയായും. നിങ്ങളുടെ ഈ എൻകറേജ്മെന്റിനും എന്നോടുള്ള നല്ല പെരുമാറ്റത്തിനും ഞാൻ എങ്ങനെയാ നന്ദി പറയണമെന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഞാൻ എത്രയും വേഗത്തിൽ അത് എഴുതി ഇവരെ സമർപ്പിച്ചുകൊള്ളാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം പോയി. അദ്ദേഹത്തിന് പിന്നീട് മുഴുവൻ സമയം ചിന്ത തന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട നല്ലൊരു കവിത എഴുതിയിട്ട് അവർക്ക് കൊടുക്കണം. അല്പം ആത്മാംശവും അതിനകത്ത് ഉണ്ടായാൽ തരക്കേടില്ല എന്ന ചിന്തയോടുകൂടെ അദ്ദേഹം കടന്നുപോയി. 4 ദിവസങ്ങൾക്കകം അദ്ദേഹം മറ്റൊരു കവിതയുമായിട്ട് ആ സ്ത്രീയെ അന്വേഷിച്ചിരുന്നു. ഡോർബെല്ലടിച്ചപ്പോൾ വീട്ടമ്മ വന്ന് സ്നേഹപൂർവ്വം ആ കവിത ചോദിച്ചു വാങ്ങി. അവർ വായിച്ചിട്ട് പറഞ്ഞു, കഴിഞ്ഞ ദിവസം എഴുതിയ കവിതയേക്കാൾ കുറച്ചുകൂടെ മികച്ച കവിതയായിട്ടുണ്ട്. ഏതായാലും ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ടില്ല. താങ്കളുടെ ആദ്യത്തെ കവിതയും രണ്ടാമത്തെ കവിതയും ചേർത്ത് ഞാൻ അദ്ദേഹത്തെ ഒന്ന് സംസാരിക്കുന്നുണ്ട്. താങ്കൾ അടുത്ത ദിവസം കൊണ്ടൊന്ന് വരണം. നമ്പർ ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ വരാൻ പറയുന്നത്, മറ്റൊന്നും വിചാരിക്കരുത്. അയാൾക്ക് തീർച്ചയായിട്ടും ഞാൻ വന്നേക്കാം എന്ന് പറഞ്ഞു. 4-5 ദിവസം കഴിഞ്ഞ് ആ മനുഷ്യൻ അങ്ങോട്ട് ചെന്നപ്പോൾ അയാളുടെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ഒരു മനോഹരമായ ഒരു സമ്മാനമാണ് അവർ കൊടുത്തത്. അത് മറ്റൊന്നുമല്ല, ഇദ്ദേഹം എഴുതിയ കവിത ആ സ്ത്രീയുടെ ഭർത്താവ് പ്രസിദ്ധീകരിച്ച ആ മാസികയാണ് അദ്ദേഹം സമ്മാനമായിട്ട് കൊടുത്തത്. ആ കവിതയാകട്ടെ ദ ഹൗണ്ട് ഓഫ് ഹെവൻ എന്ന് പറയുന്ന കവിതയായിരുന്നു. അതിനകത്ത് ആത്മകഥ അംശം ഉണ്ട്. ഒരു വേട്ടപ്പെട്ടി പോലെ ദൈവം എന്നെ പിന്തുടർന്നു. ഞാൻ വേട്ടപ്പെട്ടിയെ പേടിച്ചുകൊണ്ട് അതിസ്പീഡിൽ ഓടാൻ ശ്രമിച്ചു. ഞാൻ അതിവേഗത്തിൽ ഓടുന്തോറും എൻ്റെ പിന്നാലെ ആ ഹൗണ്ട്, ആ വേട്ടപ്പെട്ടി വരികയായിരുന്നു. ഞാൻ നിന്നാൽ ആ വേട്ടപ്പെട്ടി എന്നെ പിടിച്ചേക്കും എന്ന ചിന്ത എന്നെ കൂടുതൽ വേഗതയുള്ളവനാക്കി മാറ്റി. ഞാൻ എത്ര ഓടിയിട്ടും എനിക്ക് ആ വേട്ടപ്പെട്ടിയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ തിരിഞ്ഞു നിന്നു. വരുന്നത് എന്ത് സഹിക്കാൻ തയ്യാറായിക്കൊണ്ട് ഞാൻ തിരിഞ്ഞു നിന്നു. തിരിഞ്ഞു നിന്നപ്പോഴാണ് മനസ്സിലായത്, അത് വേട്ടപ്പട്ടിയല്ല, സ്നേഹമാണ്. സ്നേഹമാണ് എന്നെ അന്വേഷിച്ചു വരുന്നത് എന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു, എൻ്റെ വിചാരങ്ങൾ നീ ദൂരത്ത് നിന്ന് മനസ്സിലാക്കുന്നു എന്ന് ബൈബിളിൽ സങ്കീർത്തനം 139 സങ്കീർത്തനത്തിൽ പറയുന്ന ആശയത്തോട് കുറേയേറെ സാമ്യമുള്ള ആ കവിത ദ ഹൗണ്ട് ഓഫ് ഹെവൻ. ഞാൻ വളരെ സന്തോഷമുള്ള ഒരുപാട് ഇടങ്ങൾ അന്വേഷിച്ചു പോയി. അവിടെയൊന്നും എനിക്ക് സമാധാനം കിട്ടിയില്ല. ഞാൻ വീണ്ടും അവിടെ ഓടി, എന്നിട്ടും എനിക്ക് സമാധാനം കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് പറയുന്ന, വിവരിക്കുന്ന തൻ്റെ ആത്മകഥാ അംശം അതിനകത്ത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവസാനിപ്പിച്ചിരിക്കുകയാണ്, എന്നെ തേടി വന്ന ആ സ്നേഹം, ആ സ്നേഹത്തിന് മുമ്പിൽ ഞാൻ തോറ്റുപോയി. ജെയിംസ് തോംസൺ എന്ന് പറയുന്ന ആ മഹാകവിയെ കണ്ടെത്തിയത് ആ വീട്ടമ്മയായിരുന്നു. ഒരുപക്ഷെ ആ വീട്ടമ്മ ആ സമയത്ത് അദ്ദേഹത്തിന് ഭക്ഷണവും അതിനേക്കാൾ ഉപരിയായിട്ട് വേണ്ടത്ര പ്രോത്സാഹനം കൊടുത്തില്ലായിരുന്നുവെങ്കിൽ ആംഗ്ലേയ സാഹിത്യത്തിന് ജെയിംസ് തോംസൺ എന്ന് പറയുന്ന കവി നഷ്ടമായേനെ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്ന് സ്വയം ചിന്തിച്ചു നോക്കുക. പലപ്പോഴും മറ്റുള്ളവർ നമ്മളെക്കാൾ ഇൻഫീരിയർ ആയിരിക്കാം, നമ്മുടെത്തെ കഴിവുള്ളവരായിരിക്കുകയില്ല. എന്നാലും അവരിലുള്ള എന്തെങ്കിലും ഒരു നന്മ കണ്ടെത്തിക്കൊണ്ട് അവരൊന്ന് പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിച്ചാൽ ഒരുപക്ഷെ വലിയ ഉന്നതങ്ങളിലേക്ക് അവരെത്തിക്കുവാൻ തക്കവണ്ണം സാധ്യമായി തീരുകയില്ലേ എന്ന് ഒന്ന് ചിന്തിക്കുന്നത് വളരെ നല്ലതാണ്. D.L. മൂഡി എന്ന് പറയുന്ന പ്രസംഗകൻ, അദ്ദേഹം ഒരു സുവിശേഷ പ്രസംഗം നടത്തിയിട്ട് താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ കൂടി വന്ന ആ പ്രഭാഷണ പരമ്പരയിൽ അദ്ദേഹം 2-ാം ദിവസമാണ് പ്രസംഗിക്കുന്നത്. 2-ാം ദിവസം അദ്ദേഹം വേദിയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ
ഒരു കിഴവനായ മനുഷ്യൻ ആ പന്തിൽ കാൽ ഒരെണ്ണം പിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഡിയൻ മൂഡി അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്ന് അദ്ദേഹത്തോട് ചോദിച്ചു, ഞാൻ പറഞ്ഞ പ്രസംഗത്തിലെ ഏതെങ്കിലും ഭാഗം താങ്കളെ വിഷമിപ്പിച്ചുവോ? താങ്കൾ കാര്യമായിട്ട് കരയുന്നുണ്ടല്ലോ എന്ന് ആ പ്രസംഗകൻ അദ്ദേഹത്തോട് ചോദിച്ചു. ആ പ്രായമേറിയ മനുഷ്യൻ പറഞ്ഞു, ഇല്ല മോനെ, ഞാൻ സന്തോഷത്തിന്റെ ആധിക്യം കൊണ്ട് കരഞ്ഞു പോയതാണ്. അദ്ദേഹം ചോദിച്ചു, എന്താണ് ആ സന്തോഷത്തിന്റെ ആധിക്യത്തിന്റെ കാര്യം? മറ്റൊന്നുമല്ല, ഞാൻ ചെറിയ ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്ന അവസരങ്ങളിലൊക്കെ ചില കാര്യങ്ങൾ ഞാൻ പറയാറുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞു കേട്ട ഒരു കാര്യം ഇന്ന് ഇവിടെ അനാവരണം ചെയ്തപ്പോഴാണ് എനിക്ക് താങ്കളെ മനസ്സിലായത്. താങ്കൾ എൻ്റെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അധ്യാപകൻ ഡി.എൽ. മൂഡിയെ കെട്ടിപ്പിടിച്ചു. പേര് കേട്ടപ്പോൾ ഡി.എൽ. മൂഡിക്ക് തൻ്റെ പഴയകാല അനുഭവം ഓർമ്മ വന്നു. തന്നെ താനാക്കാൻ സഹായിച്ച അധ്യാപകനെ അദ്ദേഹം സ്നേഹപൂർവ്വം കൈകൂപ്പിക്കൊണ്ട് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് അതെങ്കിലും ചെയ്തു അത്രേ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആരെയെങ്കിലും ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ അവസരം കിട്ടുകയാണെങ്കിൽ ആ അവസരം നഷ്ടപ്പെടുത്താതെ കഴിയുമെങ്കിൽ അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് കൊണ്ടുവരാൻ തക്കവണ്ണം ശ്രമിക്കുന്നത് ഉചിതമെന്ന് ഡി.എൽ. മൂഡിയുടെയും ജെയിംസ് തോമസിന്റെയും ജീവിതാനുഭവം നമ്മെ പഠിപ്പിക്കുന്നു. എന്നെ ശ്രമിച്ച അവർക്കും നന്ദി. താങ്ക് യു. ഓക്കെ, ഉലയനാൻ സർ. ഹലോ. കേൾക്കാം സാർ, പറയൂ. സാർ മ്യൂട്ടായി പോയോ? ഒന്നും കൂടെ അൺമ്യൂട്ട് ചെയ്യും. ശരി. ലവ്സൺ സർ, കുറച്ച് ഇടവേളയ്ക്ക് ശേഷം ഇന്ന് സാറിനെ കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. കാരണം കഥയുടെ ഒരു ഭണ്ഡാരം ഉള്ള ഒരു മനുഷ്യൻ ഞങ്ങൾക്കായി ഇടയ്ക്കിടയ്ക്ക് തുറന്ന് അതിൽ ഓരോ മുത്തുകളായിട്ടാണ് തരുന്നത്. ഇന്നത്തെ കഥയിലേക്ക് ഞാൻ അതിൻ്റെ ബാക്കി പത്രങ്ങളിലേക്കൊന്നല്ല പോകുന്നത്. മനുഷ്യർക്ക് പരസ്പരം ചെയ്യാൻ കഴിയുന്ന ഏക സാധനം സപ്പോർട്ടാണ്. മറ്റൊരാളുടെ കഴിവിനെ നാം കാണുകയും അത് അംഗീകരിക്കുകയും ചെയ്യുമ്പോൾ അയാളുടെ കഴിവിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് അയാൾ അറിയാതെ കയറിപ്പോകും. ഇതാണ് ഇന്ന് സാറ് പറഞ്ഞു തന്ന ആ കഥയുടെ ഉള്ളിലുള്ള, ആദ്യ കഥയുടെ ഉള്ളിലുള്ള തന്തു. അതാണ് എന്നെ സന്തോഷിപ്പിച്ചത്. നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഒരു സംഭവം അത് തന്നെയാണ്. അന്യന് ഉയർച്ച കിട്ടുന്ന ഒരു സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ അതിനെ ഇടിച്ചു പൊളിച്ചു കളഞ്ഞ് അയാളെ ആ താഴെത്തട്ടിൽ തന്നെ നിർത്തി ആഹ്ലാദിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുടെ ഇടയിലാണ് വിശന്നു വന്ന മനുഷ്യന് ഒരു പാത്രം ആഹാരം കൊടുത്ത് അവനെ സന്തോഷിപ്പിക്കുകയും അവന്റെ ബാക്കി പത്രം അന്വേഷിക്കുകയും ചെയ്തത്. സാർ തന്നെ പറഞ്ഞു, ആ ബാക്കി പത്രം അന്വേഷണം ആ രീതിയിൽ പോയില്ലായിരുന്നെങ്കിൽ ലോകത്തിനൊരു കഥാകാരനെ നഷ്ടപ്പെടുമായിരുന്നു എന്ന്. ഞാൻ ചേർത്ത് പറയുകയാണ്, നമ്മൾ എത്രയോ പേരെ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. നമ്മളിൽ നിന്ന് ഒന്നും നഷ്ടപ്പെടാതെ ഒരു വാക്കും ഒരു പുഞ്ചിരിയും കൊണ്ട് കരകയറ്റി കൊണ്ടുവരാവുന്ന എത്രയോ മനുഷ്യ ജീവിതങ്ങൾ നമ്മുടെ മുമ്പിൽ കരിയിലയായി കരിഞ്ഞുപോയി എന്നുള്ളത്. മറ്റൊന്നും എനിക്ക് ഓർപ്പിക്കാനില്ല. നല്ലൊരു ചിന്തയാണ് ആ കഥയിലൂടെ ലവ്സൺ സാർ നിങ്ങൾ ഞങ്ങൾക്ക് തന്നത്. ഒത്തിരി നന്ദി സാർ. തീർച്ചയായിട്ടും ഉലയനാൻ സാർ പറഞ്ഞ പോലെ അല്ലെ, നമ്മുടെ യഥാർത്ഥത്തിലുള്ള ദൗത്യം എന്താണെന്ന് തിരിച്ചറിയേണ്ട വലിയ. ഓക്കെ, ആരാണ് പറയുന്നത്? രാജു സാർ കേൾക്കുന്നുണ്ടോ? ഓമന മാം. രാജു സാർ പറയും.
ഇല്ല, അഫ്സൽ സാർ കുറെ കാലത്തിന് ശേഷമാണ് കാണാൻ സാറിനെ കണ്ടുകൊണ്ടാണ് ഞാൻ സമയമില്ലാതെ ധൃതിപ്പെട്ടു വന്നത്. തീർച്ചയായിട്ടും വന്നത് വളരെയധികം സാർത്ഥകമായി പ്രയോജനപ്പെട്ടു എന്ന് കൃത്യമായിട്ട് പറയട്ടെ. പ്രോത്സാഹനം അല്ലെങ്കിൽ എൻകറേജ്മെന്റ് ഇത് മാത്രം ഒരു മനുഷ്യനെ മാറ്റിയെടുക്കാൻ സാധിക്കും. ഇവിടെ ഫ്രാൻസിസ് തോമസ് എന്ന് പറയുന്ന കവിയെ, അതായത് അദ്ദേഹത്തിനെ തന്നെ മഹാനാക്കി തീർത്തത് ആ സ്ത്രീയുടെ അല്ലെങ്കിൽ പെയിൻഫുൾ ആയിട്ടുള്ള സ്ത്രീയുടെ സാമീപ്യവും അതുപോലെ പ്രോത്സാഹനവുമായിരുന്നു എന്ന് കാണാൻ സാധിക്കും. ഹൗണ്ട് ഓഫ് ഹെവൻ എന്ന പ്രശസ്തമായിട്ടുള്ള കവിതയുടെ ഫ്രാൻസിസ് തോംസൺ 1890 അദ്ദേഹം കവിത എഴുതിയത്. സാറ് പറഞ്ഞത് ബൈബിളിലെ 139 സങ്കീർത്തനമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് നിൽക്കുന്നു. ഇതിന്റെ സന്ദേശങ്ങളാണ് ഇവിടെ. അതായത് അതിനകത്ത് നിന്റെ ആത്മാവിനെ ഒളിച്ചാൻ എവിടെ പോകും, സ്വർഗത്തിൽ കയറി ഇറങ്ങി എവിടെ ഉണ്ട്, പാതാളത്തിൽ പോയി എന്റെ കിടക്ക വിരിച്ചാൽ എന്റെ ഇടങ്കൈ പിടിക്കും. അതുപോലെ തന്നെ ഞാൻ പടിഞ്ഞാറ് യാത്ര ചെയ്ത് സമുദ്രത്തിന്റെ അറ്റത്തോളം അവിടെ നിന്റെ സാന്നിധ്യമുണ്ട്. ദൈവത്തിന്റെ സാന്നിധ്യം, ഏറ്റവും വലിയ സാന്നിധ്യം വെളിപ്പെടുത്തുന്നതായ ഒരു സങ്കീർത്തനമാണ് 139 സങ്കീർത്തനം. അതുപോലെയാണ് നമ്മളെ പിന്തുടരുന്ന സ്നേഹമാണ് ഈ പറയുന്ന കട്ടി എന്നുള്ളതായിട്ടുള്ള വലിയ സത്യം കവിതയിൽ കൂടി അദ്ദേഹം അവതരിപ്പിച്ചു. അനേകം ആളുകളുടെ ഹൃദയ പരിവർത്തനം, അനേകം ആളുകളുടെ തന്നെ അത് ഇടയാക്കി തീർത്തിട്ടുണ്ട് എന്നുള്ളത് ചരിത്രമാണ്. അതുപോലെ DL മോഡിയുടെ അദ്ദേഹത്തിന്റെ കാര്യവും പറഞ്ഞു. തീർച്ചയായിട്ടും ഈ രണ്ട് സംഭവങ്ങൾ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ വാക്കുകൾ, പ്രവൃത്തികൾ, നമ്മളുടെ സഹായങ്ങളൊക്കെയും മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുവാനും അവരെ മോട്ടിവേറ്റ് ചെയ്യാനും അവരെ എൻകറേജ് ചെയ്യാനും സാധിക്കും. എലിജിയോന്റെ കൺട്രി ചർച്ചയാടുന്ന കവിത ആരെഴുതിയാൽ ഞാൻ ഓർക്കുന്നില്ല. അതിനകത്ത് പറയുന്നത് ആ ശവപ്പറമ്പിനെ നോക്കിക്കൊണ്ട് കവി ഇവിടെ എത്രയെത്ര വലിയ വലിയ മനുഷ്യർ മറവ് ചെയ്തിട്ടുണ്ട്, നമുക്ക് പ്രോത്സാഹനം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഈ എത്രയെത്ര വലിയ മനുഷ്യരായി തീരുമാനിക്കുന്നവർ. അങ്ങനെ ആകാതെ പോയത് നമ്മുടെ ഇടപെടലുകൾ പ്രോത്സാഹനമില്ലാത്തത് കൊണ്ടാണ്. ഇത്രയും വലിയ കാവ്യങ്ങൾ അല്ലെങ്കിൽ മഹത്തായ കാവ്യങ്ങൾക്ക് മഹത്തായിട്ടുള്ളതായ കവിതകൾ ഉണ്ടായത് ഇതുപോലെയുള്ള പ്രോത്സാഹനങ്ങൾ വഴിയാണെന്ന് മാത്രം അതുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഡോക്ടർ സാബസ്. താങ്ക് യു സർ. ഓക്കെ, ഞാൻ പറയാം സാറേ രണ്ട് വാക്ക്. പറയൂ. താങ്ക് യു സർ, ഗുഡ് ഈവനിങ്. വളരെ നല്ലൊരു കഥ. അത് കേട്ടാണ് ഞാൻ എണീറ്റത്, തലവേദനയായി കിടക്കുമായിരുന്നു. ഒരു വിശന്ന് വലഞ്ഞൊരാള്, സാധാരണക്കാരൻ, ഭക്ഷണത്തിനായി അവിടെ എത്തുകയാണ്. അപ്പോ ആ മനുഷ്യനിലുള്ള സർഗവാസന, ആ കവിതാവാസന, അദ്ദേഹത്തിൽ ഒരു കവി ഉണ്ട്, ഉറങ്ങിക്കിടക്കുന്നു എന്നുള്ളത് അവർ കണ്ടുപിടിച്ച് അത് ലോകത്തിനൊരു സമ്മാനമായി, അമൂല്യനിധി എന്ന് പറയാം, നല്ലൊരു കവിയെ ലോകത്തിന്റെ മുന്നിൽ അവർ എന്താണ് അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആ കവിയെ നമുക്ക് തരുന്നു, വലിയൊരു കവിയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ആ സ്ത്രീയുടെ ആ മഹാനുഭാവൻ എന്ന് പറയുമ്പോൾ മഹത്തരമായ ആ മനുഷ്യത്വം, സാധാരണ ആൾക്കാർ അത് ഇതൊന്നും ശ്രദ്ധിക്കാറില്ലല്ലോ. അവരുടെ ആ മഹത്വം ആണ് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മഹാമനസ്കത, നല്ലൊരു മനസ്സ് അവരിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ ഒരു കവി നമുക്ക് ലഭിച്ചത്. ആ കവിതകൾ വായിക്കാനും ആസ്വദിക്കാനും സാധിച്ചത് അവരുടെ കഴിവാണ്. ഞാൻ ഒരു കഥയെ കേട്ടുള്ളൂ സാറേ, നല്ല കഥയായിരുന്നു. പിന്നെ അവതരണ ശൈലിയും കൊള്ളാം. അതൊക്കെ നിർത്തി മനസ്സിലാകത്തക്ക രീതിയിലുള്ള അവതരണ ശൈലിയാ കേട്ടാണ്. നല്ല കഥയായിരുന്നു. ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള മനുഷ്യരുണ്ടായിരുന്നാൽ വളരെ അവതരിപ്പിക്കാനുള്ള വേദികളുണ്ട് നമുക്ക്. അന്നൊന്നും ഇല്ലല്ലേ. എങ്കിലും വളരെ നല്ല കഥ.
ആരെഴുതിയതൊന്നും അറിയില്ല. സാർ എഴുതിയതായിരിക്കും ചിലപ്പോൾ. നല്ല കഥയാണ്. ഓക്കെ, താങ്ക് യു മാം. എലിസബത്ത് മാം, അമന മാം, ആരെങ്കിലും? സ്നേഹലത മാം. ഒരു നല്ല കഥയായിരുന്നു, കേട്ടിരിക്കാൻ നല്ല സന്തോഷമായിരുന്നു. ഡെഫിനറ്റ്ലി നമുക്ക് എല്ലാവർക്കും എൻകറേജ്മെന്റ് വളരെ അത്യാവശ്യമാണ് മറ്റുള്ളവരിൽ നിന്ന്. പിന്നെ ഇപ്പോഴത്തെ കാലത്ത് പക്ഷെ ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്, വി കാൺ റിയലി ട്രസ്റ്റ് എവ്രിബഡി. അപ്പം അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട് അതിനകത്ത്. പക്ഷെ എനിവേ ഡെഫിനറ്റ്ലി ആൾക്കാരെ എൻകറേജ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അവർക്കൊരു കഴിവുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി അതിൽ എൻകറേജ് ചെയ്ത് വന്നാൽ പുറത്തു വരാത്ത കഴിവുകൾ ഒക്കെ പുറത്തു വരികയും ചെയ്യും. അത് മറ്റുള്ളവർക്കും സമൂഹത്തിനും പ്രയോജനമുള്ളതായി തീരും. അപ്പോൾ അത് നല്ലൊരു മെസ്സേജാണ് തരുന്നത്. നല്ല രീതിയിൽ കഥ അവതരിപ്പിക്കുകയും ചെയ്തു. വലിയ നീളമില്ല, പക്ഷെ ഷോർട്ട് ആണെങ്കിലും വളരെ എൻജോയബിൾ ആയിരുന്നു. താങ്ക് യു വെരി മച്ച്. ഇറ്റ് വാസ് എ ഗുഡ് മെസ്സേജ്. താങ്ക് യു. താങ്ക് യു മാം. രമാവതി മാം ഉണ്ടോ? സാർ ഇപ്പൊ കണ്ണൂർ ഞാൻ വന്ന് കയറിയിട്ട് ഒരു 10 മിനിറ്റ് ആയി. അപ്പം ഡോക്ടർ ജോൺസൺ സാറ് കഥയുടെ ദിവസമായതുകൊണ്ട് കൊച്ചു കുട്ടിയായിരിക്കുമ്പോ കഥ കേട്ടിട്ട് ഇപ്പൊ നമുക്ക് ആരും കഥ പറഞ്ഞു തരാനില്ല. അപ്പൊ ഡോക്ടർ സാബു കേരളം എന്നുള്ള പ്ലാറ്റ്ഫോമിൽ ഒരു കഥ കേൾക്കാൻ ഇഷ്ടം. അത് കുറെ ദിവസം ചില സമയത്ത് എനിക്ക് കയറാൻ പറ്റില്ല, സോറി. കാരണം അതിപ്പം വീട്ടമ്മ, ഇപ്പം നേരത്തെ മാഡം പറഞ്ഞ പോലെ വീട്ടമ്മ, ഇപ്പോഴത്തെ വീട്ടമ്മമാരൊക്കെ അങ്ങനെ ആരും വരുമ്പോ അങ്ങനെ തുറക്കാനോ വേഗം ഭക്ഷണം എടുത്തു കൊടുക്കാനോ പേടിയുണ്ടാവും. പക്ഷെ ഇത് ഇപ്പോഴത്തെ വീട്ടമ്മ അല്ല, പണ്ടത്തെ വീട്ടമ്മ. അവർക്ക് സ്നേഹം മാത്രമേ ഉണ്ടാവുള്ളൂ. അത് പറയുമ്പം പിന്നെ പറയുന്നുണ്ടായിരുന്നെങ്കിൽ അത് പറയുമ്പോ അവര് വന്നിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ് എന്താ ഭക്ഷണം. അപ്പൊ ഭക്ഷണം വേണമെന്ന് പറയുമ്പോ ഒരു അമ്മേനെ സംബന്ധിച്ചിടത്തോളം വിശക്കുന്നവരെ കാണുമ്പോ ഭയങ്കര വിഷമമായിരിക്കും. അപ്പൊ വേഗം ഭക്ഷണം എടുത്തു കൊടുക്കുന്ന മാത്രല്ല, അവര് ആർത്തിയുള്ളവനാണെങ്കിൽ ആ കഴിക്കുന്ന രീതി, അതുപോലെ ഭക്ഷണം വേണ്ടാത്തവർ അതിങ്ങനെ കുടഞ്ഞിടുന്ന രീതി. അപ്പൊ ശരിക്കും ഭക്ഷണത്തിന് വിശന്നിട്ട് വന്ന ആളെന്ന് വീട്ടമ്മക്ക് തോന്നി. അങ്ങനെ ഭക്ഷണം കൊടുക്കുമ്പം അടുത്തിരുന്നിട്ട് അവരെ ശ്രദ്ധിച്ചാലുണ്ടല്ലോ എനിക്ക് അതിൽ കൂട്ടിച്ചേർക്കാനുള്ളത്, സ്കൂളിൽ നിന്ന് വന്ന കുട്ടികള് ഭക്ഷണം ചോദിച്ചോ ഭക്ഷണം കൊടുക്കുമ്പോ ഞാന് വീട്ടിലുള്ള സമയത്ത് പണ്ട് മുതലേ മോനെല്ലാം ഭക്ഷണം കഴിക്കുമ്പോ അടുത്തിരുന്നിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോ അവന് സ്കൂളിലെ രാവിലെ തൊട്ട് വൈകുന്നേരമുള്ള കഥ മുഴുവനും പറഞ്ഞു തരും. അപ്പൊ നമുക്കൊരു സന്തോഷാണ്. ഉള്ളു തുറന്ന് സംസാരിക്കും കുട്ടികള്. അതുപോലെ പിന്നെ ഒരു ഭക്ഷണം കൊടുത്തിട്ട് ഇങ്ങനെ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ എങ്ങനെയാ എന്നുള്ള രീതിയിലാണ് പോയിട്ട്, പിന്നെയാണ് ആ കടലാസ് ചുരുട്ടിയിട്ടിട്ട്, ചിലപ്പോ ചുരുട്ടിയിട്ട കടലാസ് മറ്റു തരത്തിൽ എന്തെങ്കിലും അയാള് ജീവിതം എടുത്തിട്ട് എന്തെങ്കിലും രീതിയിലാവും ചിന്തിച്ചു നോക്കാം പിന്നെ വീട്ടമ്മക്ക്. പക്ഷെ അത് വായിച്ചിട്ടാകുമ്പോഴാണ് അതൊരു കവിത എന്ന് മനസ്സിലായത്. കവിത എന്ന് മനസ്സിലാകുമ്പോ തന്നെ അവർക്ക് തോന്നി ഇത്രയും വലിയ ഒരു മനുഷ്യനാണ് എന്റെ മുമ്പിൽ നിൽക്കുന്നത്. അപ്പം ഞാനിങ്ങനെ കുത്തിക്കുറിച്ച കവിതയാണ്. അപ്പം പിന്നെ ഒന്നും കൂടി എഴുതുമെന്ന് ചോദിക്കുമ്പോ അയാൾക്ക് കൂടുതൽ അതിശയം. കാരണം എന്നോട് ഇതുവരെ ആരും ഇതുവരെ ചോദിച്ചില്ലല്ലോ. അപ്പൊ ഞാൻ ശ്രമിക്കാന്ന് പറഞ്ഞിട്ട് വീണ്ടും ആ കവിത എടുത്തുകൊണ്ടുവന്നിരാകുമ്പോ വീണ്ടും പ്രോത്സാഹനമാണ്. അയ്യോ അന്ന് എഴുതിയാലും നല്ലതായിട്ടുണ്ടല്ലോ ഈ കവിത. അപ്പൊ വീണ്ടും അയാൾക്ക് ഒരു പ്രോത്സാഹനം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ വീട്ടിലേക്ക് വരാൻ പറയുമ്പോ പ്രതീക്ഷ ഒന്നും ഉണ്ടായിരുന്നില്ല, വേറെ ഭക്ഷണം തരാനോ അങ്ങനെ എന്തെങ്കിലും പറയാനോ എന്നുള്ള രീതിയിലാണ് വന്നത്. വന്നിട്ടാകുമ്പോ ഇപ്പൊ കവിത മാസികയിൽ അത് അച്ചടിച്ച് വന്നു എന്ന് പറയുമ്പോ അയാൾക്ക് ഉണ്ടാകുന്ന സന്തോഷം. കാരണം ഒന്നും വിചാരിക്കാതെ ഇങ്ങനെ വന്ന് കവിത വെറുതെ കുത്തിക്കുറിച്ച കവിത കാണിച്ച് വീണ്ടും എഴുതാൻ പറഞ്ഞു. അപ്പൊ എന്റെ കവിത മാസികയിൽ ഇങ്ങനെ പ്രസിദ്ധീകരിച്ചത്. ഇങ്ങനെയാണ് സാറേ, നമ്മള് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു ഉപകാരം ഇല്ലെങ്കിൽ അയാളെ എല്ലാരും പറഞ്ഞ പോലെ അറിയപ്പെടൂല. അയാളിങ്ങനെ കവിത എഴുതും, കീറിക്കളിയും, അല്ലെങ്കിൽ അങ്ങനെയായിരിക്കും. പക്ഷെ ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ എഴുതിയ കാര്യങ്ങളിൽ എന്തോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ആ വീട്ടമ്മ മനസ്സിലാക്കിയത് കൊണ്ടും അവരുടെ ഭർത്താവ് എഡിറ്റർ ആയത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. അതിലെനിക്കിപ്പോ ഇന്ന് സോറി സമയം ഒരു 2-3 മിനിറ്റും കൂടി എടുക്കാം. അത് പിന്നെ ഞാൻ ഇന്നിപ്പോ ബസ്സിൽ വരുമ്പോ എന്റെ നീലേശ്വരം ഇറങ്ങിയിട്ട് ഞാൻ കുറച്ചിങ്ങോട്ട് ബസ്സിൽ വരുമ്പോ നമ്മളെ നാട്ടിലേക്കുള്ള ഒരു പെൺകുട്ടി ഇരിക്കുന്നുണ്ട്, +2 പഠിക്കുന്ന കുട്ടി. അപ്പൊ ഞാൻ ഈ കുട്ടികളോട് ഉണ്ടല്ലോ സാറേ സംസാരിക്കും, എല്ലാ കുട്ടികളോടും സംസാരിക്കും. അപ്പൊ ഞാൻ ചോദിച്ചു മോളെന്താ പഠിക്കുന്നത്? +2. നല്ലോണം പഠിക്കണേ. എല്ലാത്തിലും A+ ഉണ്ടായിരുന്നു. എല്ലാത്തിലും A+.
ഏതെങ്കിലും യുവജനോത്സവ അല്ല ഞാൻ NCC ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു നല്ല കാര്യമാണ് NCC ഉണ്ടെങ്കിൽ. എന്താ മോക്ക് ആംബിഷൻ എനിക്കിങ്ങനെ ഡോക്ടർ. കുഴപ്പമില്ല മോളെ, ഒരു കാര്യം ചെയ്യും, നീ NCC ഉള്ളതുകൊണ്ട് അതിന് കുറെ കാര്യങ്ങളുണ്ട്. RD ക്യാമ്പിന് അറ്റൻഡ് ചെയ്താൽ ഒരു 75 മാർക്ക്, 3 പ്രാവശ്യം ബ്ലഡ് ഡൊണേറ്റ് ചെയ്താൽ 15 മാർക്ക്, പിന്നെ കണ്ണ് ഡൊണേറ്റ് ചെയ്യാൻ എഴുതി കൊടുത്താൽ 25 മാർക്ക്, ഇങ്ങനെ കുറെ മാർക്ക് കിട്ടും. നീ RDക്ക് അറ്റൻഡ് ചെയ്തിട്ടില്ല, നീ ഡിഗ്രിക്ക് ചേര്, എന്നിട്ട് വീണ്ടും ഒന്ന് ശ്രമിച്ചു നോക്ക്, നീ വലിയൊരു മിലിറ്ററി ഓഫീസർ ആവുക, അല്ലെങ്കിൽ നിന്റെ അംബിഷൻ പോലെ എഴുതിയാൽ ഇതെല്ലാം കിട്ടുന്ന. അപ്പൊ ആ കുട്ടീനെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ, ആ കുട്ടി ഇങ്ങനെ വളരെ താല്പര്യത്തോടു കൂടി ശ്രദ്ധിക്കുക സാറേ ഈ കാര്യങ്ങളെല്ലാം. അവസാനം ഞാൻ കുട്ടീന്റെ പേരെല്ലാം ചോദിച്ചു. ആ കുട്ടിക്ക് ഭയങ്കര, പിന്നെ ഞാൻ ഇറങ്ങുമ്പോ സഹായിക്കുക, എന്റെ കയ്യിലുള്ള സാധനം എടുത്തു തരിക, ഇങ്ങനെയൊക്കെയാണ്. അങ്ങനെയാണ് സാറേ ഓരോ കുട്ടികളോടും ഞാൻ സംസാരിക്കുമ്പോ അവര് മനസ്സിലുള്ളത് അവർക്ക് എന്താന്നുള്ളത് പറഞ്ഞ്, എനിക്ക് എന്തെങ്കിലും എന്റെ ഓഫീസിലുള്ള കാര്യം പറഞ്ഞു കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് മുതലേ ഇഷ്ടമാണ്, ഇപ്പോഴും ഇഷ്ടമാണ്. താങ്ക് യു സാർ, നല്ല കഥയായിരുന്നു. താങ്ക് യു. ശരി. ഓക്കെ, ദെൻ വേറെ ആരുള്ള? ഒബന ടീച്ചർ, ജോർജ് സാർ, റോയ് സാർ. ഞാൻ പറയട്ടെ സാർ? പറയും. നല്ല കഥയായിരുന്നു. രമാവതി മാമിനെ പോലെയുള്ള ഒരു വീട്ടമ്മ. പിന്നെ ഈ കവിയുടെ പേര് എനിക്ക് ശരിക്കും മനസ്സിലായില്ല. ഒന്ന് JJ തോമസ് എന്തായിരുന്നു സാറ് ആ കവിയുടെ പേര്? അദ്ദേഹം ജെയിംസ് തോംസൺ. അപ്പൊ ഇനി അദ്ദേഹത്തിന്റെ കവിത എനിക്ക് വായിക്കണമെന്നുണ്ട്, ഞാൻ ഇതുവരെ വായിച്ചിട്ടില്ല. താങ്ക് യു സാർ, നല്ല ഒരു കഥയും ആ സംഭവവും. താങ്ക് യു. ഓക്കെ, വേറെ ഇനി ഗോകുമാർ സാർ, ജോർജ് സാർ കേൾക്കുന്നുണ്ടോ? റോയ് സാർ. റോയ് സാർ. സ്റ്റാർട്ടിങ് പിടിക്കാൻ പറ്റിയില്ല, എങ്കിലും പൂർത്തിയായി ശ്രീകുമാരി മാഡത്തിന്റെ പ്രസന്റേഷൻ കേട്ടപ്പോഴാണ് പൂർണ്ണമായും മനസ്സിലായത്. ഏതായാലും പ്രോത്സാഹനം കൊടുത്താൽ ഒത്തിരി ഉയർച്ചകൾ ഉണ്ടാകുന്ന പലരും ഉണ്ടെന്നും പല സാഹചര്യങ്ങളിലും ഉണ്ടെന്നും അത് കണ്ടുപിടിക്കുകയും അതിനെ വേണ്ട രീതിയിൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഉദ്ദേശിക്കാത്തതിലും വലിയ റിസൾട്ടുകൾ കിട്ടും എന്നുള്ളതിന് ഒരു ഉത്തമ ഉദാഹരണമായിട്ടാണ് ഈ ലാപ്സൺ സാറിൻ്റെ ജെയിംസ് ജോൺസൺ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കഥയുടെ അടിസ്ഥാനം. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ കാണാതെ പോകുന്ന ഒത്തിരി കാര്യങ്ങൾ ഇന്നുണ്ട്. വേണ്ട രീതിയിൽ കണ്ടെടുത്ത് പ്രോത്സാഹനം കൊടുത്താൽ അത്ഭുതകരമായ റിസൾട്ടും ഉണ്ടാകും എന്നുള്ളതിന് ഒരു ഉദാഹരണമാണ് ഈ കഥ. ഇത്രയും എനിക്ക് ഷെയർ ചെയ്യാനുള്ളൂ. എങ്കിലും ലാപ്സൺ സാറിൻ്റെ കഥകളുടെ പ്രസൻറ്റേഷൻ വളരെയധികം എനിക്ക് ഇഷ്ടമാണ്. കാരണം അതിൻ്റെ ഒരു സ്റ്റൈലും അതിലുള്ള ഒരു അടിസ്ഥാനമായ ചില കാര്യങ്ങളും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് സാറ് കഥ പ്രസന്റ് ചെയ്യുന്നത്. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ. ഓക്കെ, ഗോകുമാർ സാർ കേൾക്കുന്നുണ്ടോ? ജോർജ് സാർ. വളരെ വളരെ കാര്യമാത്ര പ്രസക്തമായിരുന്നു. വളരെ വളരെ നല്ല രീതിയിൽ നല്ല അവതരണമായിരുന്നു. നല്ല രീതിയിൽ മനസ്സിലായി, നല്ല ശ്രദ്ധിക്കപ്പെട്ട ഒരു കഥയായിരുന്നു. വളരെ നന്നായിരുന്നു. നല്ല നന്ദി, നമസ്കാരം. ഓമന ടീച്ചർ കേൾക്കുന്നുണ്ടോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ലാപ്സൺ സാറിനും കൂടെ നമുക്ക് കേൾക്കാം. സാറിന്റെ കഥയെ കുറിച്ചുള്ള ഒരു കഥയെ കുറിച്ചിട്ട് ഇപ്പൊ പറഞ്ഞു കേട്ട അഭിപ്രായങ്ങൾക്ക് നല്ല അഭിപ്രായങ്ങൾ തന്നെ, സംശയമൊന്നുമില്ല. നമ്മുടെ രാജു ഫിലിപ്പ് സർ പറഞ്ഞ LG റിട്ടണിനെ കണ്ടി ചർച്ചയാർ എന്ന് എഴുതിയിട്ടുള്ളത് തോമസ് ഗ്രേ എന്ന് പറയുന്ന പോയിട്ടാണ്. തോമസ് ഗ്രേ പറയുന്നത് എത്രയോ പുഷ്പങ്ങൾ വിരിഞ്ഞു പോകുന്നു, പക്ഷേ ആരും ശ്രദ്ധിക്കപ്പെടാത്തതുകൊണ്ട് അവരുടെ വാസനയോ അവരുടെ സൗന്ദര്യമോ മറ്റാരും കാണാൻ കഴിയാതെ പോകുന്നു എന്ന് പറയുന്ന ഒരു ആശയമാണ് അതിനകത്ത് പറയുന്നത്. അതുപോലെ അനേക ആളുകൾ ജീവിച്ച് മരിച്ചു പോകുന്നു, പക്ഷെ ഇവിടെ കിടക്കുന്ന ആ ശവപ്പറമ്പ് നോക്കി പറയാണ് ഇവിടെ ഒരു ഒലിവർ ട്വിസ്റ്റോ അല്ലെങ്കിൽ ഒരു ഒലിവർ ക്രോംവെല്ലോ അതുപോലെ രാജാക്കന്മാരൊക്കെ എടുക്കുന്നുണ്ടായിരിക്കും, പക്ഷെ ഇവരെ കുറിച്ച് ആരും അറിഞ്ഞില്ല, ആരും അവരൊന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചില്ല എന്ന് പറയുന്ന മനോഹരമായ കവിതയാണ്. ഞാൻ അതിലേക്ക് പോയില്ല. ഞാൻ ഈ ജെയിംസ് തോംസന്റെ ജീവിതാനുഭവം, ആ ആത്മകഥാംശം മാത്രം ഞാൻ പറയാൻ ശ്രമിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു എഡ്യൂക്കേറ്റർ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ചുമതല എന്ന് പറയുന്നത് ഗാന്ധിജി പറഞ്ഞതുപോലെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ബ്രിങ്ങിങ് ഔട്ട് ദി ബെസ്റ്റ് ഇൻ എ മാൻ.
ഒരു വ്യക്തിയിലുള്ള ഏറ്റവും നല്ലത് എന്താണോ അത് കണ്ടുപിടിച്ച് അത് പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് എഡ്യൂക്കേഷന്റെ ലക്ഷ്യം. പലപ്പോഴും പക്ഷേ ആ ലക്ഷ്യത്തിൽ നിന്നൊക്കെ വ്യതിചലിച്ചു പോകുന്ന അവസ്ഥയെന്ന് കാണുന്നത്. നമ്മിലുള്ള കഴിവ് എന്താണോ അത് കണ്ടെത്തിയിട്ട് അതിനെ പ്രോത്സാഹിപ്പിച്ച് അതിനെ പുറത്തു കൊണ്ടുവന്ന് അതിനെ എൻകറേജ് ചെയ്ത് മാക്സിമം അതിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവരിക എന്ന് പറയുന്നതാണ് ശരിയായിട്ടുള്ള വിദ്യാഭ്യാസം. അതില്ലാത്തതുകൊണ്ട് പലർക്കും അവരിലുള്ള ഇൻബോൺ കഴിവുകൾ പുറത്ത് പ്രദർശിപ്പിക്കാനായിട്ട് അവസരം കിട്ടാത്തതുകൊണ്ട് അവരെങ്ങനെയൊക്കെയോ ജീവിച്ചു പോകുന്ന അവസ്ഥയിൽ പോവുകയാണ്. അത് വിട്ടിട്ട് ഓരോരുത്തരും അന്തർലീനമായിട്ടുള്ള ഓരോ വ്യക്തിയും യുണീക്ക് ആണല്ലോ. അപ്പൊ ആ യുണീക്ക് ആയിട്ടുള്ള വ്യക്തിയുടെ കഴിവ് എവിടെയാണ് എന്ന് ഒന്ന് കണ്ടുപിടിക്കാനായിട്ട് ഒന്ന് പരിശ്രമിക്കുകയും, അത് ടീച്ചർ ആയിക്കൊള്ളണമെന്നില്ല, നാം ജീവിത അനുഭവത്തിൽ ചേർന്ന് പോകുമ്പോൾ കാണുന്ന കണ്ടുമുട്ടുന്ന സാഹചര്യങ്ങളിൽ അവരെ ഒന്ന് നമുക്കൊന്ന് റിഫ്രഷ് ചെയ്യാൻ എടുക്കാൻ സാധിക്കുമെങ്കിൽ ചെറിയൊരു എൻകറേജ്മെന്റ് കൊടുത്താൽ, നമ്മൾ സ്ഥിരം അവരെ പിന്നാലെ നിന്ന് പ്രോത്സാഹിപ്പിക്കുമെന്ന് ഞാൻ പറയില്ല, പക്ഷെ ഒരു വാക്ക്, ഒരു നോക്ക് മതി ചിലപ്പോ അവരെ അത് ബ്രിങ്ങപ്പ് ചെയ്യാനായിട്ട് ധാരാളം മതിയാകും. അങ്ങനെ ഒരു ഉദാഹരണമാണ് ഈ ജെയിംസ് തോമസിന്റെ ജീവിത അനുഭവത്തിലൂടെ പറയാനായിട്ട് ഞാൻ ആഗ്രഹിച്ചത്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ആലോചിച്ച് നോക്കുക, നമുക്കൊക്കെ അവസരം ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ, ഇപ്പോ സാബുസാരൻ നിർബന്ധിച്ചുകൊണ്ടാണ് ഞാൻ ഈ കഥ പറയാൻ വന്നത്. ഞാൻ ട്രെയിനിങ് ക്ലാസ് എടുക്കുന്ന സാബു സാറ് അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഒരു ദിവസം ഞാൻ കഥ പറയുമ്പോൾ സാറ് കേട്ടു. ആ കേട്ടപ്പോൾ സാറിന് തോന്നി എന്നോട് കഥ പറയിപ്പിക്കണം എന്ന്. ആദ്യത്തെ എന്നോട് വന്ന റിക്വസ്റ്റ് ആഴ്ചയിൽ ഒരു ദിവസം കഥ പറയാൻ വന്നുകൂടെ എന്നായിരുന്നു. പക്ഷെ ആ അവസരത്തിൽ സാറ് പറയുന്ന അവസരത്തിൽ ഞാൻ കുറച്ച് ബിസി ആയിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഈ ബിസി കഴിഞ്ഞിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴേക്കും സാറിനെ അത് വഹിക്കാൻ പറ്റാത്തതായിരുന്നു. സാറ് ഓരോരുത്തരെ വിളിച്ച് അങ്ങനെ ഒരു കഥയുടെ ഒരു എന്താ പറയാ ഒരു വലിയൊരു ഫാക്ടറി ആക്കി സാർ അതിനെ മാറ്റി. ഒരാളല്ല, ഒരുപാട് ആളുകൾ ഇതിലേക്ക് വരികയും ആ രീതിയിലേക്ക് പോവുകയും ചെയ്യാൻ സാധിച്ചു. സാറിന്റെ ഒരു പ്രത്യേകതയാണ് ഓരോ കഴിവുകൾ എവിടെയാണെന്ന് കണ്ടുപിടിച്ച് അവരെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുന്നത്. നമുക്ക് ഈ ഇതിനകത്ത് വെബിനാറിനകത്ത് പലപ്പോഴും കാണാറുണ്ട് പാട്ടുകൊണ്ട് കഴിവുള്ള ആളുകൾ, സൈക്കോളജി താല്പര്യമുള്ള ആൾക്കാർ, TA താല്പര്യമുള്ള ആൾക്കാർ, അങ്ങനെ ഓരോരുത്തരും കണ്ടുപിടിച്ച് അവരൊക്കെ ഈ സെമിനാറിൽ കൊണ്ടുവന്ന് വെബിനാറിൽ കൊണ്ടുവന്ന് അനേകർക്ക് ഉപകാരം ഉണ്ടാകാവുന്ന ഒരുപാട് ക്ലാസ്സുകൾ നയിക്കാൻ സാറിന് സാധിക്കുന്നു. സാർ അതിനുവേണ്ടി സമയം കണ്ടെത്തുന്നു, അതിനുവേണ്ടി കാര്യങ്ങളൊക്കെ ഓരോരുത്തരും റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള ആളുകൾ കണ്ടെത്തുന്നു, ഷെയർ ചെയ്യുന്നു, ചെയ്യിക്കുന്നു. അത് വലിയൊരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് കഴിയാവുന്ന ചെറിയ ഞാൻ വലിയ കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ചെറിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റാവുന്നു. സൂര്യനെ പോലെ വലിയ പ്രകാശം കൊടുക്കാൻ പറ്റിയെന്ന് വരികയില്ല, പക്ഷേ ഒരു ചെറിയ മെഴുതിരി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഞാൻ ഓർക്കുന്നുണ്ട് ഒരു സെമിനാർ, പഴയ സെമിനാറിൽ ഒരു മീറ്റിങ്ങിന്, ഒരു പെരുന്നാൾ ഇതിന് പോയ അവസരത്തിൽ, സന്ധ്യ നമസ്കാരം നടത്തുന്ന അവസരത്തിൽ പെട്ടെന്ന് എങ്ങനെയോ ലൈറ്റ് കംപ്ലീറ്റ് ഓഫായി. ജനറേറ്റർ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ എങ്ങനെയോ കംപ്ലീറ്റ്. ആ സമയത്ത് പെട്ടെന്ന് എൻ്റെ കയ്യിലുണ്ടായിരുന്ന മൊബൈലിലെ ടോർച്ച് ഞാൻ ഓൺ ചെയ്തു. ഞാൻ ഓൺ ചെയ്തതോടെ എല്ലാവരും അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഓരോ ടോർച്ചുകൾ അവര് ചെയ്തു. ആ കറണ്ട് പോയിരുന്ന പ്രഭ പോലും ഇല്ലാതെയായി. അപ്പോൾ ആ ചെറിയ വെളിച്ചം ആ സമയത്ത് എല്ലാവരും പ്രകാശിപ്പിച്ചപ്പോൾ വലിയ പ്രകാശമായിട്ട് ആ ഇരുട്ടിനെ മാറ്റാവുന്ന കണ്ടീഷൻ. അപ്പോഴേക്കും ഒരു മിനിറ്റ് കഴിയുമ്പോഴേക്കും ജനറേറ്റർ ഓണായി, കാര്യം നടന്നു. അപ്പൊ ആ ഒരു നിമിഷം നേരത്തേക്ക് ആരും പ്രീ അറേഞ്ചറൊന്നുമല്ല, പക്ഷെ പെട്ടെന്ന് വന്നപ്പോൾ അപ്പൊ എനിക്ക് അതിൽ നിന്ന് കിട്ടിയ ഇൻസൈറ്റ് എന്ന് പറയാൻ, നമുക്കുള്ള ചെറിയ വെളിച്ചം അത് ആ പ്രകാശിപ്പിക്കേണ്ട സമയത്ത് പ്രകാശിപ്പിച്ചോൾ ഓട്ടോമാറ്റിക്കായിട്ട് സമൂഹത്തിന് മൊത്തം നന്മ കിട്ടുക എന്നുള്ളതാണ്. അതുപോലെ ഈ സ്ത്രീ വീട്ടമ്മയ്ക്ക് വേണമെങ്കിൽ ഭക്ഷണം വേണമെങ്കിൽ കഴിച്ചോ എന്നും കൊണ്ട് കൊടുത്ത് വാലടച്ച് പോകാമായിരുന്നു. പക്ഷെ അതിന് വിട്ടിട്ട് അവരെ സെർവ് ചെയ്യാനും അയാളുടെ പോക്കറ്റിൽ ഒളിഞ്ഞിരിക്കുന്ന ആ കുത്തിക്കുറഞ്ഞ ചുറ്റിട്ട കടലാസിന്റെ ആ രൂപം എന്താണെന്ന് കാണാനായിട്ടുള്ള ആ ജിജ്ഞാസ പ്രകടിപ്പിച്ചപ്പോഴാണ് ആ ക്യൂരിയോസിറ്റിയിൽ നിന്നും അദ്ദേഹത്തെ കണ്ടെത്താനായിട്ട് സാധിച്ചത്. അതുകൊണ്ട് നമുക്ക് സാധിക്കാവുന്ന ചെറിയ കാര്യങ്ങൾ ചെയ്യണം എന്ന് തന്നെയാണ് എനിക്ക് ഇതിലൂടെ പറയാനായിട്ടുള്ളത്. അത് മിക്കവാറും എല്ലാവരും ഷെയർ ചെയ്ത എല്ലാവർക്കും പ്രത്യേക സാവസരണം പ്രത്യേക നന്ദി രേഖപ്പെടുത്തി നിർത്തുന്നു. താങ്ക് യു. ഓക്കെ സാർ, താങ്ക് യു വെരി മച്ച്. വളരെ സന്തോഷം. തീർച്ചയായിട്ടും നമ്മളുടെ സമൂഹത്തിൽ നമ്മളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് തന്നെയാണ്, അല്ലെ? നമുക്ക് എന്തൊക്കെ റിസോഴ്സസ് ആണ് ദൈവം തന്നിരിക്കുന്നത്. അപ്പൊ ആ റിസോഴ്സിൽ ചെറിയ ചെറിയ റിസോഴ്സുകൾ, ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ, ലാപ്സൻ സാർ പറഞ്ഞ പോലെ വളരെ ചെറിയ ഒരു നോട്ടമോ ഒരു വാക്കോ ഒക്കെ മതി ഒരുപക്ഷെ നമ്മുടെ ചുറ്റും അനേകരെ നമുക്ക് എടുത്തുയർത്താൻ. അപ്പൊ അതിന് പ്രാപ്തമായ ഒരു കഥയും അത് മനോഹരമായി സാർ അത് അവതരിപ്പിക്കുകയും ചെയ്തു. അപ്പൊ അതുകൊണ്ട് തന്നെ അത് കൂടുതൽ ഭംഗിയായി. ഈ ജോർജ് സാറ് ഫ്രീ ആയോ?
വേറെ ആർക്കും എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? നാളെ നമുക്ക് മൈൻഡ്ഫുൾ മെഡിറ്റേഷൻ ടോപ്പിക്ക് നമുക്ക് കേൾക്കാം. അപ്പൊ ലാസ്റ്റ് സാർ താങ്ക് യു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ സാറിനെ വിളിക്കാത്തതുകൊണ്ടാണ് സാറ് വരാത്തത് കേട്ടോ സാർ. അതെ, ഞാൻ ഡെയിലി നമുക്ക് കൃത്യമായിട്ട് പറയാൻ ആളുകൾ ഇഷ്ടംപോലെ ഉള്ളതുകൊണ്ട് ലഹനാൻ സാറൊക്കെ മാസ്റ്റർ പീസ് ആയിട്ട് ഇപ്പൊ കഥ പറയാൻ പഠിച്ചു കഴിഞ്ഞു. അതുപോലെ ജോഷി സാറ്, ഇവരെല്ലാവരും എനിക്ക് തോന്നുന്ന കുറച്ച് പേര് മാത്രമേ പറയത്തുള്ളൂ. രമാവതി മാം പറഞ്ഞിട്ടില്ല, രാജു സാർ ഐ തിങ്ക് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പേര് മാത്രം. അവര് പറയും ഡെഫിനറ്റ് ആണ്. കാരണം കഥ പറയേണ്ടത് എങ്ങനെയാണെന്ന് അതിന്റെ ഒരു പഠന കളരിയാണ്. അപ്പൊ ആ കളരി വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ സഹായിക്കുന്നുണ്ട്. അപ്പൊ ലാബ്സി സാറിന്റെ പ്രത്യേകത, ചെറിയ കഥ അത്ര മർമ്മമുള്ളത് വളരെ മനോഹരമായിട്ട് പറയും. അതിനുശേഷം ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, നമ്മൾ പറയാത്ത ചില അതിൻ്റെ അകത്തുള്ള ചില മർമ്മങ്ങളും കൂടെ സാറ് ചേർത്ത് പറയാറുണ്ട്. അത്രമാത്രം ആഴത്തിൽ ആ കഥയുടെ മൂല്യത്തെ മനസ്സിലാക്കുക കൂടി ചെയ്യണം. അത് ലാബ്സി സാറിന്റെ ഒരു പ്രത്യേകത കൂടിയാണ്. അപ്പൊ അതാണ് എന്നെ കൂടുതൽ ആകർഷിച്ചത്. ഞങ്ങള് 2021 കാലങ്ങളിൽ ഒരേ സമയത്ത് ഒരു ട്രെയിനിങ്ങിന് പങ്കെടുക്കുമ്പോഴാണ് ലാബ്സി സാറിനെ പരിചയപ്പെടുന്നത്. സാർ അന്ന് ഈ കഥകളൊക്കെ പറയുകയും, അതുപോലെ സാർ കുറെ യൂട്യൂബിൽ കഥകൾ ഇടുവായിരുന്നു. ഇപ്പൊ ഇടുന്നില്ലെന്ന് തോന്നുന്നു അല്ലേ സാറേ? അപ്പൊ ഞാൻ സാറിനെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യായിരുന്നു, സാറ് കഥകൾ ഇവിടെ പറഞ്ഞോളൂ. സാറേ, ഞങ്ങളുടെ പോസിറ്റീവ് കമ്മ്യൂണിയനിലെ രാവിലെയുള്ള ഇംഗ്ലീഷ് സെഷനില് തുടങ്ങിയത് സാറാണ്. അവിടെ ഇതുപോലെ കഥ ഇംഗ്ലീഷിലാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനേക്കാളും മലയാളത്തിൽ അവതരിപ്പിക്കുന്നു. പിന്നെ സാറ് DL മോഡിയുടെ കാര്യം പറഞ്ഞു. അദ്ദേഹത്തെ കുറിച്ച് അതെന്താ പറഞ്ഞത്? ഞാൻ കേട്ടില്ല. DL മോഡി ഉണ്ടാവും പറഞ്ഞ DL മോഡി പ്രസംഗം കഴിഞ്ഞിട്ടേ താഴേക്ക് ഇറങ്ങിയപ്പോ ഒരു പ്രായം ചെന്ന ഒരു മനുഷ്യൻ പന്തലിന്റെ കാല് പിടിച്ചുകൊണ്ട് കരഞ്ഞു നിൽക്കുക. അപ്പോ DL മോഡി വിചാരിച്ചു അദ്ദേഹം പ്രസംഗം പറഞ്ഞപ്പോ അതിൽ പറഞ്ഞ എന്തെങ്കിലും കാര്യം അദ്ദേഹത്തെ ഹർട്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹം പ്രായം കൂടി ആളോട് ചെന്ന് സംസാരിക്കുകയാണ്. സംസാരിച്ചപ്പോ അദ്ദേഹം പറയുകയായിരുന്നു, ഈ DL മോഡി അന്ന് പറഞ്ഞ ആ മെസ്സേജില് അദ്ദേഹം ചെറുപ്പകാലത്തൊരു കാര്യം പറഞ്ഞു. ആ ചെറുപ്പകാലത്ത് പറഞ്ഞത് തന്നെ ഒരു ടീച്ചർ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഒരു പ്രാസംഗികനായത് എന്നാണ് അദ്ദേഹം റിവീൽ ചെയ്തത്. ആ റിവീൽ ചെയ്തപ്പോഴാണ് ഈ പ്രായം കൂടിയ മനുഷ്യന് മനസ്സിലായത് ഇതാണ് DL മോഡി തന്റെ പൂർവ്വ വിദ്യാർത്ഥിയാണെന്ന് അദ്ദേഹത്തിന് അപ്പോഴാണ് മനസ്സിലായത്. ആ സന്തോഷം കൊണ്ട് അദ്ദേഹം കരഞ്ഞു പോയതാണ്. അപ്പൊ അദ്ദേഹം റിവീൽ ചെയ്യുമ്പോൾ DL മോഡിക്ക് പ്രായമായപ്പോ അധ്യാപകൻ തിരിച്ചറിയുന്നില്ല. പക്ഷെ കാര്യം പറഞ്ഞപ്പോ അദ്ദേഹത്തിന് പെട്ടെന്ന് ഓർമ്മ വന്നു, അദ്ദേഹത്തെ ഹഗ് ചെയ്തിട്ടുള്ള രംഗം പറഞ്ഞതാണ്. അപ്പോ നമ്മൾ പഠിപ്പിച്ചു വിടുന്ന പറഞ്ഞു വിടുന്ന ആളുകൾ ചിലപ്പോ എന്തൊക്കെയായി തീരുന്ന നമുക്ക് അറിഞ്ഞുകൂടാം. പക്ഷെ അവര് പിന്നീട് അതേ റിവീൽ ചെയ്യുമ്പോൾ, പക്ഷെ നമ്മൾ കണ്ടിട്ട് അവർക്ക് മനസ്സിലാവില്ല. നമ്മളിപ്പോ പഠിപ്പിക്കുന്ന കാലത്തുള്ള ഷേപ്പ് ആവില്ല പ്രായമാകുമ്പോൾ. അപ്പൊ നമ്മൾ മനസ്സിലായിട്ടില്ലെങ്കിലും അത് അനക്ഡോട്ട് വല്ലതും വരുമ്പോൾ അത് ഞാനായിരുന്നു എന്ന് ആ വ്യക്തിക്ക് മനസ്സിലാകുമ്പോഴത്തെ ഒരു സന്തോഷമുണ്ടല്ലോ. ആ സന്തോഷം ഷെയർ ചെയ്ത കാര്യം കൂടെ ചേർത്ത് പറഞ്ഞു. അതാണ് നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് ഒരു പെർഫെക്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു അടയാളമായി മാറും. അടയാളം എപ്പോഴും കൃത്യമായിട്ട് ശ്രദ്ധിക്കപ്പെടുന്ന അടയാളമായിട്ട് തന്നെ നിലനിൽക്കും. ഓക്കെ, ചാലക്കുടിയിലെ പുരുഷോത്തമൻ സാർ വന്നിട്ടുണ്ട്. ഗിരിജ മാം നിങ്ങൾ പറയാനുണ്ടോ? ഷെയർ ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ. നമുക്ക് അതിന്റെ പേര് സാറേ നമസ്കാരം. അറിയോ, നമ്മളെയൊക്കെ അറിയോ? അതെന്തൊരു ചോദ്യം അത്. ഞാൻ സാധാരണ കണ്ടപ്പോ ഒന്ന് കേറിയതാ. ഞാനിവിടെ ഉണ്ടായിരുന്നില്ല, ഇപ്പൊ എത്തിയുള്ളോ. അപ്പൊ സാറാന്ന് കണ്ടപ്പോ ഒന്ന് കേറി. കൊറേ നാളായില്ല കണ്ടു. പുലകൻ സാറേ നമസ്കാരം. സാറ് പണ്ടത്തെ ലെവലല്ല ഇപ്പോ, സ്വന്തമായിട്ട് കഥ എഴുതിയിട്ട് അവതരിപ്പിക്കുന്ന ആളാ. നമ്മളൊക്കെ കേട്ട കഥയല്ലേ പറയുന്നത്, അല്ലെങ്കിൽ വേറൊരു എഴുതിയ കഥയല്ലേ പറയുന്നത്. സ്വന്തമായിട്ട് കഥ എഴുതി അവതരിപ്പിക്കുന്ന ആളായി മാറിയിരിക്കുന്നു. അത്രയും ഉന്നതങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു ആള്. ഒരു കഥ ഞാൻ കേട്ടായിരുന്നു, ഒരു ദിവസത്തെ കഥ കേട്ടായിരുന്നു. സാബ് സാറേ ഇപ്പൊ കയറാൻ പറ്റണമെന്നില്ല, ഈ നേരവും മിക്കവാറും എന്തെങ്കിലും പരിപാടി ഉണ്ടാവും. അപ്പൊ അത് കാരണം കൊണ്ടാണ് കയറാത്തേട്ടാ. ഫുൾ ടൈം ട്രെയിനിങ് ആണല്ലേ? ഫുൾ ടൈം ട്രെയിനിങ് ആണ്. അങ്ങനെ ഫുൾ ടൈം ഒന്നും ആയിട്ടില്ല. വല്ലപ്പോഴൊക്കെ കാപ്പി കുടിക്കാനുള്ള കാറ്റിനുള്ളതൊക്കെ റിട്ടയർ ആയില്ലേ. കാപ്പി ഒന്നും തരത്തില്ല, പക്ഷെ ഇവിടെ വന്ന് ട്രെയിനിങ് എടുക്കാം കേട്ടോ, സൗകര്യം പോലെ. ആയിക്കോട്ടെ ആവാം, കുഴപ്പമില്ല. ശരി, ബൈ.
ശരി, ഓക്കെ. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു ലാഫ്സൻ സാർ ഒരിക്കൽ കൂടി. നാളെ നമുക്ക് Okay. വീണ്ടും മൈൻഡ്ഫുൾനെസ്സുമായിട്ട് വീണ്ടും തിരിച്ചു കാണാം. ഓക്കെ, ഇന്ന് നമുക്ക് നേരത്തെ താങ്ക് യു സർ. എല്ലാവർക്കും ഓക്കെ, സീ യു. ഗുഡ് നൈറ്റ്. താങ്ക് യു സർ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.